നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ നക്ഷത്രത്തിൽ ജനിച്ച 2 പേർ, ഒരാൾ കോടീശ്വരനായി ജീവിക്കുന്നു, മറ്റേയാൾ കടം കൊണ്ട് വലയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വെറും ഗ്രഹനില മാത്രമല്ല ഇതിന് കാരണം. നിങ്ങൾ താമസിക്കുന്ന വീടും നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഓറയും ഇതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. 2025 അവസാനിക്കാൻ പോവുകയാണ്. 2026 എന്ന പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പഴയ കഷ്ടപ്പാടുകളെല്ലാം ഈ വർഷത്തിൽ ഉപേക്ഷിച്ച് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കഷ്ടതകളൊന്നും വേണ്ട, ധനം കുമിഞ്ഞുകൂടണം, നന്നായി രക്ഷപ്പെടണം, ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ജ്യോതിഷശാസ്ത്രത്തിലും താന്ത്രിക വിധിയിലും പറയുന്ന 21 ദിവസം കൊണ്ട് നിങ്ങളുടെ വിധി മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു രഹസ്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് വെറുമൊരു വാക്കല്ല, ആയിരക്കണക്കിന് ആളുകൾ പരീക്ഷിച്ച് വിജയിച്ച സത്യമാണ്. എന്താണ് ആ രഹസ്യം? വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കാണുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നു തമ്പുരാട്ടിയോട് പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരുപക്ഷേ കാരണമായേക്കാം. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഞാനിത് എഴുതിയെടുക്കും. നാളത്തെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പലരും പരാതി പറയാറുണ്ട്, ഞാൻ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, വ്രതം എടുക്കുന്നുണ്ട്, എന്നിട്ടും എന്തേ എനിക്ക് മാത്രം ഒരു രക്ഷയില്ല എന്ന്. ഉത്തരം വളരെ ലളിതമാണ്. ഒരു പാത്രം നിറയെ ചെളിവെള്ളമാണെങ്കിൽ അതിലേക്ക് എത്ര പാലൊഴിച്ചാലും അത് ഉപയോഗിക്കാൻ കഴിയില്ല. ആദ്യം ആ ചെളിവെള്ളം കളയണം. ഇതുപോലെയാണ് നമ്മുടെ വീടും മനസ്സും. നെഗറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീട്ടിൽ മഹാലക്ഷ്മിക്ക് വസിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് 2026 കടക്കുമ്പോൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ അശ്രദ്ധ കാണിച്ചാൽ അടുത്ത 5 വർഷം കൂടി നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ ഇന്ന് പറയുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ വിധി നിങ്ങൾക്ക് അനുകൂലമായി മാറും. ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരികയും സകല തടസ്സങ്ങളും മാറി എന്ത് തന്നെയാണെങ്കിലും, എന്താഗ്രഹം തന്നെയാണെങ്കിലും അത് നിഷ്പ്രയാസം നടന്നു കിട്ടും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാറാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഉപ്പാണ്. സമുദ്രത്തിൽ നിന്നുണ്ടായ ഉപ്പിന് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാൻ അപാരമായ കഴിവുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഒരു ചില്ല് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു മൺപാത്രത്തിലോ അല്പം കല്ലുപ്പെടുക്കുക. അതിലേക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക. ഇത് നിങ്ങളുടെ വീടിൻ്റെ ഹാളിലോ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയിലോ ആരും കാണാതെ വെക്കുക. കൃത്യം 7 ദിവസം കഴിയുമ്പോൾ ഈ ഉപ്പെടുത്ത് ക്ലോസറ്റിലോ പുറത്തോ ഒഴുക്കിക്കളയുക. എന്നിട്ട് പുതിയ ഉപ്പ് വയ്ക്കുക. ഇങ്ങനെ തുടർച്ചയായി 3 ആഴ്ച, അതായത് 21 ദിവസം ചെയ്തു നോക്കൂ. നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന അകാരണമായ വഴക്കുകൾ, ഉറക്കക്കുറവ്, പണം വന്നാൽ നിൽക്കാത്ത അവസ്ഥ, ഇതെല്ലാം മാന്ത്രികം പോലെ മാറുന്നത് നിങ്ങൾക്ക് കാണാം. ശാസ്ത്രീയമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകലും. ഉറപ്പാണ്, അതിനൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സമുദ്രത്തിൽ നിന്നുണ്ടായ ഉപ്പിന് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള അപാരമായ ഒരു കഴിവുണ്ട് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക.
ഒരു ചില്ല് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ മൺപാത്രത്തിലോ അല്പം കല്ലുപ്പെടുക്കുക. അതിലേക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക. ഇത് നിങ്ങളുടെ വീടിൻ്റെ ഹാളിലോ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയിലോ ആരും കാണാതെ വയ്ക്കുക. മാന്ത്രികത്തിന് എപ്പോഴും ശക്തിയുണ്ട്, അതൊരു പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെയാണ് അനേകം ആൾക്കാർ ഒരുപാട് ധനം ചിലവഴിച്ച് ഒരുപാട് മാന്ത്രിക സിദ്ധികൾ അവരുടെ ഭവനങ്ങളിൽ ചെയ്യുന്നതും അവർ വലിയ വലിയ അഭിവൃദ്ധികളിലേക്ക് പോകുന്നതും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്യേണ്ടവരൊക്കെ ചെയ്തിരിക്കും. അവർക്കതിൻ്റെ ധനപ്രാപ്തി ഉണ്ടാവുകയും ധനാഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ചില്ല് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ മൺപാത്രത്തിലോ അല്പം കല്ലുപ്പെടുക്കുക. അതിലേക്ക് 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക. ഇത് നിങ്ങളുടെ വീടിൻ്റെ ഹാളിലോ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയിലോ ആരും കാണാതെ വയ്ക്കുക. കൃത്യം 7 ദിവസം കഴിയുമ്പോൾ ഈ ഉപ്പെടുത്ത് ക്ലോസറ്റിലോ പുറത്തോ ഒഴുക്കിക്കളയുക. എന്നിട്ട് പുതിയ ഉപ്പ് വയ്ക്കുക. ഇങ്ങനെ തുടർച്ചയായി 3 ആഴ്ച, അതായത് 21 ദിവസം ചെയ്തു നോക്കുക. നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന അകാരണമായ വഴക്കുകൾ, ഉറക്കക്കുറവ്, പണം വന്നാൽ നിൽക്കാത്ത അവസ്ഥ, ഇതെല്ലാം മാന്ത്രികം പോലെ മാറുന്നത് നിങ്ങൾക്ക് കാണാം. ശാസ്ത്രീയമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന സത്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന 5 നക്ഷത്ര ജാതകർ ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായും 2026 വലിയ ധനവാനായി ജീവിക്കാനുള്ളൊരു യോഗം വന്നു ചേരും. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. ഈ പരിഹാരം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. എങ്കിലും ജ്യോതിഷപ്രകാരം ഇപ്പോൾ കണ്ടകശനിയോ ഏഴരശനിയോ അല്ലെങ്കിൽ സമയദോഷമോ അനുഭവിക്കുന്ന ഈ 5 നക്ഷത്രക്കാർ ഇത് നിർബന്ധമായും ചെയ്തിരിക്കണം. കാരണം 2026 ഇവർക്ക് വലിയ മാറ്റത്തിൻ്റെ വർഷമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് കഴിയും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഇവർക്ക് അതീവ സമ്പൽ സമൃദ്ധിയിൽ കഴിയാൻ സാധിക്കും. നക്ഷത്രജാതകർ ഇവരാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. അശ്വതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് സാമ്പത്തികമായി ഉന്നതി വന്നു ചേരുവാൻ ഇത് സഹായിക്കും. 2ാമത്തെ നക്ഷത്രം കാർത്തികയാണ്. കുടുംബത്തിലെ സമാധാനം തിരിച്ചു പിടിക്കാൻ ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ്. ഇവർ ഒരുപാട് അനുഭവിക്കുക തന്നെയാണ്. ഇനി ദുഃഖങ്ങളൊന്നും അനുഭവിക്കാൻ ജീവിതത്തിലില്ല. കേൾക്കാത്ത പേരുദോഷങ്ങളൊന്നുമില്ല, അനുഭവിക്കാത്ത ദുഃഖങ്ങളൊന്നുമില്ല. അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകരുടെ കുടുംബത്തിലെ സമാധാനം തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യുക. അടുത്തത് 3ാമത്തെ നക്ഷത്രം ആയില്യമാണ്. ശത്രുദോഷം മാറാനും കണ്ണേറ് ദോഷം നീങ്ങാനും ഈ ഒരു കാര്യം ചെയ്യുക. 4ാമത്തെ നക്ഷത്രം വിശാഖമാണ്. തൊഴിലിൽ ഉയർച്ചയുണ്ടാകാൻ ഇവരിത് ചെയ്യുക. 5ാമത്തെ നക്ഷത്രം പൂരുരുട്ടാതിയാണ്. മാനസികമായ ടെൻഷൻ കുറയുവാൻ, സാമ്പത്തികമായി ഉയർച്ച വന്നു ചേരാൻ, ബിസിനസ് വർദ്ധിക്കുവാൻ ഇവരിത് ചെയ്യുക. ഈ നക്ഷത്ര ജാതകർ നാളെ മുതൽ ഈ ഒരു ഉപ്പ് പരിഹാരം ആരംഭിക്കുക. തീർച്ചയായും വലിയ സമൃദ്ധിയും വലിയ സന്തോഷവും വലിയ നേട്ടങ്ങളും ഇവരെ തേടി വരും. അവസാനമായി ഒരു കാര്യം കൂടി. ഈ പരിഹാരങ്ങൾ ഫലിക്കണമെങ്കിൽ സമയം പ്രധാനമാണ്. ബ്രഹ്മമുഹൂർത്തം. സാധാരണ ബ്രഹ്മമുഹൂർത്തം സംഭവിക്കുന്നത് എപ്പോഴാണ്? പുലർച്ചെ 4:30 മുതൽ 5:30 വരെയാണ്. ഈ ഒരു സമയത്ത് പ്രപഞ്ചം നമ്മുടെ ആഗ്രഹങ്ങൾ കേൾക്കുന്ന സമയമാണ്. ഈ 21 ദിവസം രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന് 9 തവണ ജപിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഈ പ്രാർത്ഥന ഇറങ്ങിച്ചെന്നാൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും ഒരു മനുഷ്യനും കഴിയില്ല. നിങ്ങൾ ശക്തിയായി വളരും. നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. വിശ്വാസമാണല്ല, പണം ചിലവില്ലാത്ത ആർക്കും ചെയ്യാവുന്ന ഈ ലളിതമായ കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. 2026 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമായിരിക്കും. ഈ 21 ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി എന്ന് ധൈര്യമായി കുറിക്കുക. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. തീർച്ചയായും വലിയ നേട്ടം, വലിയ ഭാഗ്യം, വലിയ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.